ഹലോ. ഇന്നത്തെ വീഡിയോയെ പെട്ടെന്ന് ഞാൻ ആ കുവൈറ്റിൽ സംഭവിച്ച ആ കാര്യമില്ലേ അത് ഓർത്തതുകൊണ്ട് പെട്ടെന്ന് വന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കുവൈറ്റിൽ നടന്നു എങ്കിലും അതിൻ്റെ പിറകിലേക്ക് നമ്മൾ പോയി നോക്കുമ്പോൾ അത് അശ്രദ്ധയുടെ ഭാഗവും കൂടിയാണ്. അതായത് ചില നോംസ് ചില കൺട്രീസിലുണ്ട്. ആ നോംസ് നമ്മൾ എന്താ പറയുക, നമ്മളത് പിന്തുടരണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മളെ തേടി വരും. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. ഇപ്പം നമുക്ക് ലീനിയർ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സേ പറ്റുള്ളൂ. കാരണം നോൺ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് കാരണം ലീനിയർ ഡെവലപ്മെൻ്റ് ആണ് അധികവും ഇപ്പം നടക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ, കാരണം എല്ലാവർക്കും വീട് വെക്കാനുള്ള ഭൂമിയില്ല. ഇപ്പോൾ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫ്ലാറ്റ്സിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വാങ്ങിക്കേണ്ടി വരും അല്ലേ, വീട് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല, ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റ് വാങ്ങിച്ച് സെറ്റിൽ ആകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ വീട് കെട്ടുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതുകൊണ്ട് പറയണം കേട്ടോ. ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണം എന്താണെന്ന് പറയട്ടെ. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അയ്യോ തീയും പിന്നെ എന്താ പറയണേ, നെരുപ്പും ഇതും അടുത്തടുത്ത് വെക്കരുതെന്ന് പറയില്ലേ, പെട്രോളും കത്തിപ്പടരും, കെറോസിൻ വെക്കരുതെന്നൊക്കെ പറയില്ലേ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അടുപ്പിൻകരയിൽ കെറോസിൻ്റെ ബോട്ടിൽ വെച്ചിരിക്കും. അത് പിന്നെ കുറച്ചേ ഉള്ളെന്ന് വെക്കാം, പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ. എന്തിനാന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് കത്തിക്കാൻ എളുപ്പത്തിന്. അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് കെറോസിൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, കെറോസിൻ ഒന്നും ഒഴിച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല. കുറേ ചുള്ളി, കമ്പും അങ്ങനെയുള്ള പെട്ടെന്ന് തീ പിടിക്കുന്ന ഉണങ്ങിയ വസ്തുക്കൾ ഇട്ട് തീ പിടിപ്പിക്കൂ. എന്തിനാണ്? ചൂട്ട് എന്ന് പറയുന്ന സാധനമല്ലേ, ഓല ഉണങ്ങിയതിനല്ലേ നമ്മൾ ചൂട്ടെന്ന് പറയാം. അത് എന്താ അവിടെ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഒക്കൽ ഏരിയയിലൊക്കെ, പെരുമ്പാവൂർ കാലടി ഏരിയയിലൊക്കെ ചൂട്ടെന്ന് പറയും. കാരണം രാത്രി കാലങ്ങളിൽ ഇരുട്ട്, ടോർച്ചില്ലല്ലോ പണ്ട്. എല്ലാവർക്കും ടോർച്ചില്ല, ബാറ്ററി മാറ്റിയിടാനൊന്നും പൈസ ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ചേട്ടത്തിയുണ്ട്, പാർക്കുട്ടി ചേട്ടത്തി എന്ന് പറഞ്ഞാൽ. ആ ചേട്ടത്തിയുടെ ഹസ്ബൻഡ് ചിലപ്പോൾ പെട്രോമാക്സ് കൊണ്ട് വരും. പെട്രോമാക്സിനകത്ത് എനിക്ക് തോന്നുന്നു മണ്ണെണ്ണയോ കെറോസിനും പിന്നെ ഇതും ഒഴിക്കും തോന്നുന്നു, പെട്രോളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പൈസ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ചൂട്ട് ഇങ്ങനെ കെട്ടി നല്ല സ്റ്റൈലാക്കി എടുത്ത് അതിങ്ങനെ വീശി അതിൻ്റെ വെളിച്ചത്തിൽ പോകും അവർ. ഈ കൊയ്ത്തൊക്കെ കഴിയുമ്പോഴേ. കുമാരൻ ചേട്ടൻ എന്നാണ് പേര്. ആ ചേട്ടൻ മരിച്ചു പോയിട്ടോ. അത് ഒരുപാട് ഗോസ്റ്റ് സ്റ്റോറീസൊക്കെ വന്നിരുന്ന് പറയും കൊയ്യണ സമയത്തൊക്കെ. അത് പോട്ടെ, ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് കയറി വരുന്നതാണ്. അപ്പം ഞാൻ പറയാൻ വരുന്നത്, അന്നത്തെ കാലങ്ങളിലൊക്കെ എല്ലാവരും കുടിലുകളിലും ഒക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഹേ ആണ്, നനഞ്ഞ ഹേ ഉള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ അതിൽ കുതിർന്നിരിക്കുന്നത് കൊണ്ട് അത്രയും കത്തില്ല. അതുകൊണ്ട് അന്നൊക്കെ ആ സമയത്തൊക്കെ അവർ അടുക്കള ഉള്ളിൽ വെച്ചിട്ട് കത്തിക്കും. അതേസമയം കത്തുന്ന വെയിലുള്ള സമയത്തില്ലേ അവർ പുറത്ത് അടുപ്പ് കൂട്ടും. ഈ കാരണന്മാർ, പഴയ ആൾക്കാർ. എന്താ കാര്യം എന്നറിയില്ലേ, ഇത് തന്നെയാണ് സേഫ്റ്റി. അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ്, സൂക്ഷിക്കണം, ഇത് നമ്മൾ തീ കൊണ്ട് കളിക്കരുതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. പക്ഷെ ഇവിടെ എന്താ ചെയ്തിരിക്കണേന്ന് അറിയോ? കേട്ടെടുത്തോളൂ കേട്ടോ. അവരവിടെ കുക്ക് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അവരുടെ ആ ബിൽഡിങ്ങിൽ കുക്കിംഗ് പെർമിഷൻ ഇല്ലായിരുന്നു എന്ന്. അവിടെ അവർക്ക് എല്ലാം ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് രുചി പറ്റുന്നില്ലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മേ ബി അവർക്ക് എന്തോ ആഹാരം ശരിയായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കത്തിപ്പടർന്നു എന്നാണ് ഞാൻ പല റിപ്പോർട്ട്സിലും കണ്ടത് കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ, അതിൻ്റെ സത്യാവസ്ഥയിലേക്കൊക്കെ അവർ ഇപ്പോൾ അന്വേഷണം നടത്തി കൊണ്ടുവരും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ വീടുകളിൽ ഇപ്പം ചെറിയ വീടുകളൊക്കെ പണിയുന്നില്ലേ, 5 സെൻറ്റ് 10 സെൻറ്റ് 5 സെൻറ്റ് 2.5 സെൻറ്റിലൊക്കെയാണ് ഇപ്പോൾ കൊച്ചിൻ ഏരിയയിലൊക്കെ ആളുകൾ വീട് പണിയുന്നത്. അവിടെ ഉണ്ടല്ലോ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് കത്തിക്കുന്ന ഇത് എന്താ പറയണ, തീ വെച്ച് കത്തിക്കുന്ന അടുപ്പ്. എന്തൊരു അബദ്ധമാണത്! എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് പുറമെ വെച്ചിട്ട് ഒരു ഇത്തിരിയെങ്കിലും സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചിമ്നി പോലെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കത്തിക്കൂ. നെവർ ഡൂ ദിസ്. അപ്പോഴും അപ്പുറത്തെ വീടുകളിൽ എന്താണ് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നതെന്ന് നോക്കണം. ചിലപ്പോൾ അവരുടെ പട്ടിക്കൂടാണോ, ചിലപ്പോൾ അവരുടെ ബേർഡ്സിനെ വെക്കുന്ന സ്ഥലമാണോ, ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിന്നുള്ള ഈ ചാരം ആ ബേർഡ്സിൻ്റെ മുകളിലോട്ട് ചെന്ന്, ചാരമല്ല, ഈ തീപ്പൊരി അപ്പുറത്ത് ചെന്ന് വീണാൽ എന്തായിരിക്കും സ്ഥിതി? ഇത്രയും ചെറിയ പ്ലോട്ട്സിൽ വീട് വെക്കുന്നവർ കഴിയുന്നതും തീപ്പൊരി കാറ്റത്തൊക്കെ പറന്ന് പെട്ടെന്ന് വീഴുകയോ കെട്ടുപോവോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കെടാം, ചിലപ്പോൾ കെടാതിരിക്കാം.
കത്തുന്ന വേനലാണേ. മെയ് മാസത്തിലൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര ചൂടായി തുടങ്ങി. ഇപ്പോൾ ഇവിടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ഇനി പറയേ വേണ്ട. GCC കൺട്രീസ് എല്ലാം ഇങ്ങനെ പൊള്ളും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഇവിടെയൊക്കെ നമുക്ക് അനൽ വന്നിങ്ങനെ അടിക്കുന്ന പോലെ ഒന്നും. ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാനിത് ഇപ്പം നിങ്ങളുടെ കൂടെയാണ് ഞാൻ സംവദിക്കുന്നത്. എനിക്ക് ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ദൈവമേ, ഞാൻ യൂട്യൂബ് ദൈവങ്ങൾക്ക് നന്ദി പറയുന്നു. കാരണം എന്താണെന്നറിയോ, 10 പേരോട് സംസാരിക്കാമല്ലോ, അതൊരു കാര്യം. പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ആരോടെങ്കിലൊക്കെ പറയണമെങ്കിൽ എത്ര പേരോട് നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ എത്ര പേരോട് പറയും? ഇത് അറ്റ്ലീസ്റ്റ് ഒരു 1000 പേരെങ്കിലും കേൾക്കുമല്ലോ പറയുന്നത്, അല്ലേ? അപ്പോൾ അവർ ചിന്തിക്കുമല്ലോ. പുതിയതായിട്ട് വീട് വെക്കുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചോളൂ. നിങ്ങൾ അടുപ്പിൽ വച്ചുണ്ടാക്കണം, പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം എന്നാണെങ്കിൽ ദെൻ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ഗ്യാസ് ഉപയോഗിക്കാനേ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ ഡൈനിങ് റൂമിൽ വേണമെങ്കിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോവേവ് ഓവൻ വാങ്ങിച്ചു വെച്ചോളൂ. അവിടെയും വേണമെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഹോട്ട് പ്ലേറ്റ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും വെച്ചോളൂ. ഹോട്ട് പ്ലേറ്റ് വെച്ചാലും അതിൻ്റെ സൈഡിലൊക്കെ പോയി തീപ്പൊരി വീണിട്ട് അത് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഈ അടുപ്പും ഹോട്ട് പ്ലേറ്റും അടുത്തടുത്ത് വെച്ചാൽ. അതുകൊണ്ട് അത് വേറെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റൂമിൽ വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാസും ഇതും പിന്നെ ഓയിലിൻ്റെ മണമൊക്കെ പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അല്ലാതെ ഒരിക്കലും അടുപ്പും പിന്നെ ഈ പറഞ്ഞ, അതായത് തീ വെച്ച് നമ്മൾ ഫയർവുഡ് വെച്ച് ഉണ്ടാക്കുന്ന അടുപ്പും പിന്നെ ഗ്യാസ് സ്റ്റവും അടുപ്പിച്ച് വെക്കുകയേ അരുത്. പ്ലീസ് ഡു നോട്ട് ഡു ദാറ്റ്. രണ്ടാമത്, ഞാനൊരു പുതിയ വീടിൻ്റെ ഈ ഇതുണ്ടല്ലോ, എന്താ ഇതിന് പറയണേ, എന്താ പറയുക, ഹോം ടൂർ കണ്ടു. നല്ലൊരു വീട് പണിതിരിക്കുന്നു. രണ്ട് വർഷം കൊണ്ടാണ് അത് പണിത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കാണിക്കുക കേട്ടോ. എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പഴയ കാലത്തെ സാധനങ്ങളും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ്. ഇങ്ങനെ ചെറിയ ഒരു പാർട്ടീഷൻ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് സ്റ്റൗ വെക്കുന്ന സ്ഥലം, ഇപ്പുറത്ത് കത്തിക്കുന്ന സ്ഥലം. ഗ്യാസിൻ്റെ കുറ്റി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ കത്തിക്കുന്നതിൽ നിന്ന് ആ റബ്ബർ ട്യൂബിൻ്റെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലും ഇതൊക്കെ ഉണ്ട്, എന്താ പറയണ, ഇരുമ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് ഉരുകി പിടിക്കുകയോ അതിലൊരു തുള വീഴുകയോ ചെയ്താൽ മതി. വീട്ടമ്മ അറിയുന്നുണ്ടാവില്ല ഈ ജോലിയുടെ ഇടയ്ക്ക്. എന്തെല്ലാം ഡിസാസ്റ്ററാണ് ഉണ്ടാവുക, അല്ലേ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ദിവസം ഞാനും എൻ്റെ അനുജനും കൂടി കുക്കറിൽ കഞ്ഞി വെച്ചത്, അതിനകത്ത് വെള്ളം ഒഴിക്കാതെ. എനിക്കറിയില്ല, ഞാനെന്തോ 6ാം ക്ലാസ്സിലോ 7ാം അങ്ങ് പഠിക്കുകയാണ്, ഇവൻ അതിലും കുഞ്ഞാ, 2ൽ വല്ലതും ആയിട്ടുണ്ടാവുമായിരിക്കും. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ ഉണ്ടാക്കിത്തരാം മോനെ എന്നും പറഞ്ഞ് കയറി അങ്ങ് കഞ്ഞി വെച്ചു. കുറച്ചുകൂടി വലുതായിട്ടുണ്ടാവും കേട്ടോ, 8ലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വലിയമ്മച്ചീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അമ്മ. അപ്പോൾ അത് കഞ്ഞി വെച്ചിട്ടേ ഠേ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടും കേട്ടു. എന്താ ഉണ്ടായ, മോൾട്ടി ചേച്ചി ഓടിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ബ്രദർ ഓടി പുറത്തിറങ്ങി. അത് ഈ കുക്കറ് പ്രഷർ കൊണ്ട് പൊങ്ങിയിട്ട്, അന്ന് ഞങ്ങൾക്ക് ഓടായിരുന്നു, അതിൽ ചെന്ന് ഇടിച്ചിട്ട് ആ ഓട് പൊട്ടി ആ കുക്കർ പിന്നെയും താഴെ വീണ് അതിനകത്തുള്ള ചോറും ഒക്കെ തെറിച്ച് വീണത്. ഞങ്ങൾ ആരും അവിടെ നിന്നില്ലായിരുന്നു. ഈ ഗ്യാസൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണേ. ഞങ്ങൾ പുറത്തേക്ക് ഓടി ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് സ്ഥിതിയൊക്കെ ഒന്ന് ശാന്തമാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അതൊക്കെ എത്തി നോക്കി. അമ്മയെല്ലാം പുറത്തായിരുന്നു. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഞാൻ എപ്പോഴും ലൈഫ് ലെസൺസ് ആണല്ലേ ഇതൊക്കെ, എപ്പോഴും ഞാൻ ഓർക്കും. ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിക്കാതെ കുക്കർ അടുപ്പത്ത് വെക്കാൻ പാടില്ല. പിന്നെ അന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഈ മണ്ണെണ്ണ സ്റ്റൗവും ഇതുമൊക്കെ അടുത്തടുത്ത് വെക്കാൻ പാടില്ല എന്ന്. മണ്ണെണ്ണ സ്റ്റൗ ഇപ്പുറത്താണെങ്കിൽ ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗ. ആരും അത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഗ്യാസ് പെട്ടെന്ന് തീരുമ്പോൾ ഇതിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് രാവിലത്തെ കുക്കിങ്ങിന് 2-3 സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ വെച്ചിരുന്നത്. അതേപോലെ തന്നെ അതേ കിച്ചണിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഫയർവുഡ് വെച്ചിട്ട് ചോറുണ്ടാക്കുന്ന സ്ഥലം. എൻ്റെ ഈശ്വര, ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ തലനാരിഴക്കി ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അമ്മയോട് ഇപ്പോൾ പറഞ്ഞാൽ പറയും, ഓ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇനിയുള്ള തലമുറകൾ ഇപ്പോൾ പിന്നെയും പഴയതിലേക്ക് വരികയാണ്. ഓ ഞങ്ങൾക്ക് പഴയ ഇതിൽ ചോറ് കറി ഒക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്, അമ്മിയിൽ അരയ്ക്കുന്ന ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ദേ ആർ ട്രൈങ് ടു എംബ്രേസ് ദ ഓൾഡ് സ്റ്റഫ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പുതിയ സംവിധാനങ്ങൾ കുറേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കുറേ അപകടങ്ങളുണ്ട്. ഇപ്പോൾ വലിയ വലിയ ഫ്ലാറ്റ്സ് ഒക്കെ പണിയുന്നില്ലേ, അതിലൊക്കെ ഇപ്പോൾ പൈപ്ഡ് ഗ്യാസ് ഉണ്ട്. ആ പൈപ്ഡ് ഗ്യാസ് ഉള്ള സ്ഥലത്ത് നമ്മൾ അടുപ്പ് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? ആ തീയടുപ്പ് എങ്ങനെ ഉണ്ടാവും?
മൊത്തം ഇതാവില്ലേ. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ, ഫ്ലാറ്റ്സിൽ ജീവിക്കുന്നവർ ആരെങ്കിലും ഇങ്ങനത്തെ മണ്ടത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യല്ലേ. പിന്നെ പുക പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആളുകൾ വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ സ്റ്റിൽ ഒരിക്കലും അത് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ദിവസത്തേക്ക് വെച്ചേക്കാം, ബാർബിക്യൂ ഉണ്ടാക്കാം വീട്ടിനകത്തുനിന്ന്, ഒന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരു റിസോർട്ട് വാടകയ്ക്ക് എടുത്ത് ജസ്റ്റ് ഗോ ഫോർ എ ഗെറ്റ് അവേ ഫ്രം ദി ഹസിൽ ബസൽ ഓഫ് ദ സിറ്റി ആൻഡ് ദെൻ ഡു ഇറ്റ്. ഡോണ്ട് റിസ്ക് യുവർ ലൈഫ് ബൈ ഡൂയിങ് ഓൾ ദോസ് ഫൂളിഷ്നെസ്. കാരണം ഇങ്ങനെയുള്ള പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള ഗാഡ്ജറ്റ്സ് നമുക്ക് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും നമ്മൾ റീമോൾഡ് ചെയ്യുകയും ചെയ്യണം. എൻ്റെ വീട്ടിൽ അച്ഛമ്മ ഗ്യാസ് കത്തിക്കില്ലായിരുന്നു പണ്ട്, പേടിയായിരുന്നു അത് ഫസ്റ്റ് വന്ന സമയത്ത്. ബിക്കോസ് അവരതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതേസമയം അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ചിരട്ട വെച്ചും കരി വെച്ചും ഒക്കെ അവർ മാനേജ് ചെയ്യുന്ന കാണാം. അതിങ്ങനെ ചെയ്യുന്നതും അതിൽ ദോശ കറക്റ്റ് ചൂടിൽ ഉണ്ടാക്കിയെടുക്കുന്നതും അതൊക്കെ അവർക്ക് പഴകിക്കഴിഞ്ഞു അല്ലേ. നമ്മൾ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ തലമുറയിൽ വരുന്നവർക്ക് ഇതെല്ലാം അറിയാവോ? ഐ ഡോണ്ട് തിങ്ക്. ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്ക് ഇതിൽ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിലുണ്ടാക്കണം, പുകയുടെ ചുവ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഞങ്ങൾക്ക് പുറത്തൊരു ഔട്ട് ഹൗസ് പോലെയുണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും പറയും അവിടെ കത്തിച്ചോളൂ എന്ന് പറയും. ഇവിടെ നമുക്ക് കത്തിക്കാൻ പറ്റില്ല. ആദ്യം ഞങ്ങൾക്ക് അങ്ങനെ ആദ്യം വീട് വെച്ചപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നീടാണ് ആ മണ്ടത്തരം നമ്മൾ സെൻസ് ചെയ്യാൻ തുടങ്ങിയത്. വനിത വായിച്ചിട്ടാട്ടോ ഇതൊക്കെ, ഈ സേഫ്റ്റി മെഷേഴ്സ്, വനിത, വിമൻസ് ഇറ, ഫെമിന, ഇതിലൊക്കെ കുട്ടികളെ ഇതെല്ലാം നമുക്ക് അറിവുകൾ പറഞ്ഞു തരും. എൻ്റെ ചില കസിൻസ് പറഞ്ഞു അവൾ വനിത വായിച്ചാണ് കുടുംബം നടത്താൻ പോകുന്നത്. യെസ്, ഞാൻ അങ്ങനെ ഒരു വനിതയാണ്. ഇപ്പോഴും വനിത വായിച്ച് തന്നെയാണ് വളർന്നു വന്നിരിക്കുന്നത്. കുറേ പേരെന്നെ കേൾക്കുന്നവരിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിത വായിച്ചിട്ടുണ്ട്. എൻ്റെ ഈ പ്രായത്തിലുള്ളവരുടെ ഞാൻ കുറേ പേരോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറയാറുണ്ട് അതേ ഞങ്ങളെല്ലാവരും വനിത വായിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴേ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ആ കുവൈറ്റിൽ പോയി ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചും കടം മേടിച്ചും പോയ ആളുകളൊക്കെയാണ്. അവരെ ദൈവം എന്തുകൊണ്ടാണ് അവർ നേരത്തെ വിളിച്ചതെന്ന് നമുക്ക് ഇതിനൊന്നും ഉത്തരവില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇതിനകത്തു നിന്നും. യെസ്, ഇതിൽ അശ്രദ്ധ ആണ് മെയിനായിട്ടുള്ള കാര്യം എന്നുള്ളത് അല്ലേ, തീ പിടിക്കുന്നതിൽ. സോ വേറെ എന്താ ഞാൻ പറയാ, അവരുടെ കുടുംബങ്ങൾക്ക് ധൈര്യം കൊടുക്കട്ടെ, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ എന്താ പറയുക, അവരുടെ ആ അവസ്ഥയിൽ നമുക്കൊരു മനസ്സ് കുറച്ച് വേദനിക്കാം എന്നല്ലാതെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ കുറച്ചും കൂടി സേഫ്റ്റി മെഷേഴ്സ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പെട്ടെന്ന് ഇത് പറയാനാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പറയാതിരുന്ന പെട്ടെന്ന് ഓർത്തില്ലെങ്കിലോ, ചിലരൊന്നും ഓർക്കുന്നുണ്ടാവില്ല. ആർക്കിടെക്ട്സ് ഒക്കെ പറയുന്നുണ്ട് യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഔട്ട്സൈഡിനെ പറയാറുണ്ട് എപ്പോഴും. ഈ പറഞ്ഞ എന്താ തീയുള്ള അടുപ്പ് അത് വെക്കാൻ സൗകര്യമില്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് ചെയ്യാനാണ് അവരെല്ലാം ഉപദേശിക്കുന്നത്. ഓക്കെ, so see you with another subject next time. Bye. Please subscribe കേട്ടോ. കാരണം there was one video they were telling if you just don't ask nobody will subscribe because they won't even remember whether you have to subscribe it or not എന്നുള്ളത് അവരുടെ മനസ്സിലേക്കേ വരില്ല. So it is better to ask. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ വളരണം എനിക്ക്. ഓക്കെ, see you soon. Bye.